അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമദാൻ മാസം പൂർത്തീകരിച്ചുകൊണ്ട് ഈദുൽ ഫിത്തറിൻ്റെ സന്തോഷത്തിലേക്ക് മുസ്ലിം ലോകം കടന്നു വന്ന ഒരു സമയത്താണല്ലോ നമ്മളിപ്പോൾ ഇവിടെ സംവദിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലം ഇതേ പ്ലാറ്റ്ഫോമിലൂടെ നിരവധി പ്രഭാഷകന്മാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ഉത്ബോധനങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇത് അൽബിർ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ കീഴിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയാണല്ലോ പരിശുദ്ധ ഖുർആൻ പഠനം, അതിനോട് ആസ്പദിച്ചുള്ള മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാമായി നടത്തുന്ന ഉത്ബോധനങ്ങൾ. കഴിഞ്ഞ റമദാൻ മാസത്തിൽ എല്ലാവരും തന്നെ തഖ്വയുടെ നിതാന്ത ജാഗ്രതയോടെയുള്ള ഒരു ജീവിതമാണ് നയിച്ചത് എന്ന് നമുക്കറിയാം. റമദാൻ മുഖ്യമായ അതിൻ്റെ ലക്ഷ്യം അതാണല്ലോ, മനുഷ്യനെ തഖ്വയുള്ളവരാക്കുക എന്നുള്ളത് തന്നെയാണ്. വ്രതാനുഷ്ഠാനത്തിലൂടെ അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാനുള്ള സന്ദർഭമാണ് ഈ ഒരു മാസക്കാലം നമുക്ക് പിന്നിടുവാൻ സാധിച്ചത്. അള്ളാഹുവിനോട് അടുക്കുക എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളോട് അടുക്കുക എന്നുള്ളത് തന്നെ. സൃഷ്ടികളെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് അടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സൃഷ്ടികളോട് അടുക്കുക എന്ന് പറയുമ്പോൾ സൃഷ്ടികളോടുള്ള നമ്മുടെ കടമയും കടപ്പാടുകളും ബാധ്യതകളും ഇതൊക്കെ നിറവേറ്റുക എന്നുള്ളതും വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള കടമകളാണ്. അപ്പോൾ നോമ്പനുഷ്ഠാനത്തിലൂടെ ആ കടമകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഓർമ്മിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വ്രതാനുഷ്ഠാനം അല്ലെങ്കിൽ റമദാൻ മാസം സദക്കയുടെ മാസമാണ് എന്നതുപോലെ തന്നെ അനുകമ്പയുടെ മാസമാണ്, വിട്ടുവീഴ്ചയുടെ മാസം കൂടിയാണല്ലോ റമദാൻ. അപ്പോൾ റമദാനിൽ ഇപ്പോൾ ഒരാൾ നമ്മളോട് കലഹിക്കാൻ വന്നു എന്ന് വിചാരിച്ചാൽ നോമ്പനുഷ്ഠിക്കുന്നവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നാ ഇനി സ്വായിമം എന്ന് പറഞ്ഞ് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനാണ്. അതൊരു വലിയ വിട്ടുവീഴ്ചയാണ്. നമ്മളോട് കലഹിക്കാൻ വരുന്നവന് ചിലപ്പോൾ നമ്മൾ ജയിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ അവൻ ജയിച്ചോട്ടെ എന്നുള്ളത് തന്നെയാണ് ആ ഒരു വാക്കിലൂടെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥമാക്കുന്നത്. നമുക്കവിടെ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് ഒന്ന് കീഴ് നീക്കി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ റമദാൻ വിട്ടുവീഴ്ചയുടെ മാസം കൂടിയാണ്. വിട്ടുവീഴ്ചകൾ ഇന്നത്തെ കാലത്ത് ഏറെ പ്രധാനവുമാണ്. സമൂഹത്തിൽ അങ്ങേയറ്റത്തെ ചേരിപ്പോരും ഛിദ്രതയും ഭിന്നതയും ഒക്കെ നടക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സ്നേഹവും സൗഹാർദ്ദവും സഹിഷ്ണുതയും ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആ സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും സഹിഷ്ണുതയൊക്കെ കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ റമദാൻ എന്നുള്ളതാണ്. ഒന്നാമത് നമ്മൾക്ക് റമദാനിൽ വിശപ്പ് അനുഭവിക്കുകയാണല്ലോ. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വിശപ്പ് തന്നെയാണ്. അപ്പോൾ ആ വിശപ്പിനെ ഇന്നത്തെ കാലത്ത് പലരും അറിയുന്നില്ല എന്നുള്ളതാണ്. വിഭവ സമൃദ്ധി അത്രമാത്രം ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ചുരുങ്ങിയ ചില രാജ്യങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ പട്ടിണി ഉണ്ടാകാം. പക്ഷേ ബഹുഭൂരിഭാഗം മേഖലകളിലും വിഭവ സമൃദ്ധി തന്നെയാണ് ഇന്ന് കാണുന്നത്. ആർഭാടവും അതുപോലെ തന്നെ പിന്നെ വലിയ തരത്തിലുള്ള ഇപ്പോൾ ഭക്ഷണത്തിലൊക്കെ തന്നെ കൂടുതലായി അമിതമായിട്ടുള്ള ഉപഭോഗം, ഇതൊക്കെ ഈ കാലത്ത് പൊതുവെ നടക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ വിശപ്പ് എന്താണ് എന്ന് അറിയുന്നില്ല. എന്നാൽ റമദാനിൽ നമ്മൾ ഓരോരുത്തർ വിശപ്പിനെ അറിയുന്നു. വിശപ്പ് അനുഭവിക്കുന്ന ലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശപ്പ് അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ഒരു സ്നേഹവും നമ്മുടെ സഹജീവികളോടുള്ള ഒരു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ അതിലൂടെ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു വളരെയേറെ യുക്തിമാനാണ്. അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ വിധിക്കപ്പെട്ട ആണല്ലോ. ഉമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അവൻ നമ്മെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ആരാധനകൾ പല നിലക്കും ആരാധനകളുണ്ട്. അതിൽ ഏറ്റവും വലിയ ആരാധന, ഏറ്റവും അഫ്ളലായിട്ടുള്ള ആരാധന നമസ്കാരമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമസ്കാരമല്ലാത്ത ആരാധനകളുണ്ട്. ഇപ്പോൾ നോമ്പ് അതിലൊന്നാണ്. ഒന്ന് ചിരിക്കുന്നത് പോലും നല്ല ആരാധനയാണ്. ഇപ്പോൾ വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ മാറ്റി നിർത്തുക, തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതും നല്ല ആരാധനയാണ്. അപ്പോൾ ആരാധനയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്, ആരാധനയ്ക്ക് ഒരുപാട് മൂല്യങ്ങളുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരു ആരാധന തന്നെയാണ് വിശപ്പ് അനുഭവിക്കുക
വ്രതാനുഷ്ഠാനം നിർവഹിക്കുക എന്നുള്ളത്. നോമ്പിൻ്റെ രാപ്പകലിൽ പകലുകളിൽ സുബഹി തുടങ്ങി നമ്മൾ മഗ്‌രിബ് വരെ നമ്മൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച്, അതാണല്ലോ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നോമ്പ് മാസത്തിൻ്റെ പ്രത്യേകത അതാണ്. ആ വ്രതാനുഷ്ഠാനമാണ് പകലുള്ള ആ വ്രതാനുഷ്ഠാനം. ആ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് വിശപ്പിനെ അറിയാൻ കഴിയുന്നു. ആ വിശപ്പിനെ അറിയുക വഴി സമൂഹത്തെ അറിയുവാൻ സാധിക്കുന്നു. സമൂഹത്തെ അറിയുമ്പോൾ നമുക്കൊരുപാട് തിരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റമദാൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നുള്ളതാണ്. അരുതായ്മകളെ കരിച്ചു കളയുക. കരിച്ചു കളയുക പറയുമ്പോൾ തിരുത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ 11 മാസം എങ്ങനെയാണ് ജീവിച്ചത്? പലതരത്തിലുള്ള അല്ലെങ്കിൽ അനിയന്ത്രിതമായൊരു ജീവിതമാണ് കഴിഞ്ഞ 11 മാസങ്ങളിലും നമ്മൾ നയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ അനിയന്ത്രിതമായ ജീവിതത്തിൽ അരുതായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവും, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ തിരുത്താനുള്ള അവസരമാണ്. ആ വീഴ്ചകൾ നമ്മൾ കരിച്ചു കളയുന്നു, ആ അരുതായ്മകൾ നമ്മൾ കരിച്ചു കളയുന്നു. അതാണ് റമദാനിൽ നമ്മൾ നോമ്പിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ തിരുത്തുക എന്നുള്ളത് തന്നെയാണ്. ആ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണല്ലോ. ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ. മോശമായൊരു കാര്യം അത് നമ്മളായിട്ട് തന്നെ തിരുത്തുക എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക, ഒരു മനസ്സംതൃപ്തി നമുക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ആ തിരുത്തലിൻ്റെ ആളായി മാറുന്നു. നമ്മളിപ്പോൾ തിരുത്താൻ പണ്ഡിതന്മാർ തിരുത്തട്ടെ, അല്ലെങ്കിൽ വലിയ മഹാന്മാർ തിരുത്തട്ടെ എന്ന് പറഞ്ഞ് ഒഴിയാതെ നമ്മൾ ഓരോരുത്തരും തിരുത്തുന്നവരാണ്. സമൂഹം അതാണ് ആഗ്രഹിക്കുന്നത് എന്നും റമദാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങളിലൂടെയാണ് ഈ ഒരു മാസം നമ്മൾ ചിലവഴിച്ചത്. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം പങ്കിടുകയാണ് പരിശുദ്ധമായിട്ടുള്ള ഈദുൽ ഫിത്തർ ദിനത്തിൽ, പെരുന്നാളിൻ്റെ ദിനത്തിൽ നമുക്ക് തന്നെ അള്ളാഹു ഒരു സന്തോഷത്തിൻ്റെ ദിനം നൽകിയിരിക്കുകയാണ്. അള്ളാഹു അവൻ്റെ മാലാഖമാരോട് പറയും, പെരുന്നാളിൻ്റെ ദിനത്തിൽ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് സ്വാഗത വചസ്സുകൾ ഓതുന്നതിന് വേണ്ടി വഴിക്കിരുവശവും മലക്കുകളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകളെ അള്ളാഹു അണിനിരത്തുന്നുണ്ടാവും. അപ്പോൾ അവരോട് അള്ളാഹു സന്തോഷം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ കഴിഞ്ഞ 1 മാസക്കാലം എൻ്റെ കൽപ്പന പ്രകാരം ഭക്ഷണം ഉപേക്ഷിച്ചവരാണ്, വിചാരവികാരങ്ങളെ നിയന്ത്രിച്ചവരാണ്, അവരെക്കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു എന്ന് അള്ളാഹു ഈ മാലാക്കന്മാരുടെ സന്തോഷം പങ്കിടുകയാണ്. അപ്പോൾ അത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത്. രാജാധിരാജനായ തമ്പുരാൻ, സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ വളരെ നിസ്സാരന്മാരായ അടിമകൾ, ആ അടിമകളെക്കുറിച്ച് ഞാൻ അവരെക്കുറിച്ച് സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അള്ളാഹുവിൽ നിന്നിപ്പോൾ നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റില്ല. എന്നപ്പോൾ അതിൻ്റെ ഉദാഹരണം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് ജീവിക്കുന്നു, രാജ്യത്ത് ഉന്നത ഭരണാധികാരികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി നമ്മളെ വിളിച്ചുകൊണ്ട് പ്രശംസിക്കുന്നു, നിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്നു, നീ സമുദായത്തിനും സമൂഹത്തിനൊക്കെ വേണ്ടി നല്ലത് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഒരു ഭരണാധികാരി നേരിട്ട് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു ഭരണീയനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാവും. എന്നതുപോലെയാണ് രാജാധിരാജനായ അള്ളാഹുവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹുവിൽ നിന്നും അടിമക്ക് കേൾക്കുവാൻ കഴിയുന്ന സന്തോഷം എന്നുള്ളത്. ഈ സന്തോഷത്തിൻ്റെ നിമിഷം എപ്പോഴാണ്? നോമ്പനുഷ്ഠിച്ചപ്പോഴാണ്. അല്ലാത്ത സന്ദർഭങ്ങൾ അള്ളാഹു പറയുന്നില്ല. നോമ്പനുഷ്ഠിച്ചവരെ കുറിച്ചാണ് അള്ളാഹു അത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഈദുൽ ഫിത്തറിൻ്റെ ദിവസം, പെരുന്നാളിൻ്റെ ദിവസം. ഈ ദിവസവും നമ്മൾ പരസ്പരം പങ്കുവെക്കൽ തന്നെയാണ് പെരുന്നാളും നമ്മളോട് ആവശ്യപ്പെടുന്നത്. ചില വിചാരിക്കും പെരുന്നാളിൽ അങ്ങനെ അനിയന്ത്രിതമായ സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. അതല്ല കരുതേണ്ടത്. പെരുന്നാളിൽ നമ്മൾ പങ്കുവെപ്പിൻ്റെ ദിനമാണ്. അവിടെ ഒരുമിച്ചിരിക്കുക, ഭക്ഷണം പങ്കുവെക്കുക, കുടുംബബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നൊക്കെ തന്നെയാണ് പെരുന്നാളിൻ്റെ ഒരു സന്തോഷം എന്നുള്ളത്. നമ്മൾ മുസ്ലിങ്ങളൊക്കെ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അത് പ്രകടവുമാണ്. അതേ അവസരത്തിൽ ഈ സന്തോഷം നമ്മൾ ഇതര സമൂഹത്തിലേക്കും നമ്മൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊരു പൊതു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഒരു ബഹുസ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പെരുന്നാളിൻ്റെ ദിനത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് നമ്മുടെ സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളോടും നമ്മളത് പങ്കുവെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിലൂടെ നമുക്കൊരു സാമൂഹികമായിട്ടുള്ള സമ്പർക്കം കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയും, സാമൂഹിക സമാധാനം ഊട്ടിയുറപ്പിക്കുവാൻ കഴിയും. ഒരു പൊതു സമൂഹത്തിൽ, ബഹുസ്വര സമൂഹത്തിൽ സമാധാനം വളരെ പ്രധാനമാണ്. സമാധാനവും അതുപോലെ തന്നെ പരസ്പരമുള്ള അന്യോന്യമുള്ള
സഹായങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും കൂടിച്ചേരുമ്പോഴാണ്, എല്ലാവരും പരസ്പരം സഹായിക്കുമ്പോഴാണല്ലോ അവിടെ മാറ്റങ്ങളും നേട്ടങ്ങളും പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ പിന്നോക്ക സമൂഹക്കാരാണ്, പിന്നോക്ക സമുദായക്കാരാണ്, ഇപ്പോൾ ന്യൂനപക്ഷ സമുദായക്കാരുമാണ്. ന്യൂനപക്ഷ സമുദായക്കാരാകുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ പിന്നെ ആ ഒരു സ്നേഹവും അവരുടെയൊക്കെ ഒരു പിന്തുണയും നമുക്ക് അനിവാര്യവുമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവരെ പ്രകോപിപ്പിക്കാൻ നിൽക്കാതെ അവരുടെ സൗഹൃദം നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അപ്പോൾ നമ്മൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, നമ്മുടെ ന്യൂനപക്ഷമാണെങ്കിലും ഇവിടുത്തെ നമ്മുടെ ഭൂരിപക്ഷ സമൂഹത്തോടൊപ്പം തന്നെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങൾ നമുക്കും അത് നേടിയെടുക്കുവാൻ കഴിയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു. സംവരണം അടക്കമുള്ള രീതിയിലുള്ള സമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെ ഒരു തടസ്സവും കൂടാതെ നമുക്കും അനുഭവിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ഇത് ബഹുസ്വര സമൂഹത്തിൽ സ്നേഹവും സൗഹാർദ്ദവും ആ കൂടിക്കരലുമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പെരുന്നാൾ ദിവസത്തിലും നമ്മളതൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മളൊക്കെ ഒന്നാണ്, ഒരേ രാജ്യക്കാരാണ്, ഒരേ സമൂഹത്തിൻ്റെ വക്താക്കളാണ് എന്നൊക്കെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുവാൻ കൂടിയുള്ള, സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കൂടിയുള്ള ഒരു സന്ദർഭമാണ് പെരുന്നാൾ. അപ്പോൾ പെരുന്നാളിൻ്റെ ആ സന്തോഷങ്ങൾ അങ്ങനെ ബഹുതലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അതിലൊക്കെ തന്നെ ഭാഗവാക്കായിക്കൊണ്ട് ഇതൊരു ഇബാദത്തായി തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. നാടിന് നന്മ നൽകുക, സമൂഹത്തിന് നന്മ നൽകുക എന്നുള്ളത് ഇബാദത്ത് തന്നെയാണ്. ഒരാളോട് പുഞ്ചിരിച്ച് കാണിക്കുക എന്നുള്ള ഇബാദത്ത് എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ നന്മകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും വലിയ ഇബാദത്താണ്. ആ പ്രവർത്തനങ്ങൾക്കുള്ള വേദി കൂടിയാണ് പെരുന്നാൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അൽബറിൻ്റെ ഒരു സംവിധാനത്തിലൂടെയാണ് ഇങ്ങനെയുള്ള സന്ദേശം ഇപ്പോൾ ഇവിടെ പകരുന്നത്. അൽബർ KG തലം തൊട്ട് പ്രൈമറി തലങ്ങളിലേക്ക് ചെറിയ കുട്ടികൾക്ക് മതപരം അതുപോലെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനമാണ്. സംസ്ഥയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. കേരളത്തിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, ഇതര സംസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അൽബറിൻ്റെ കാര്യങ്ങളിലും നിങ്ങളുടെയൊക്കെ സത്വരമായ ശ്രദ്ധയും പിൻബലവും ഉണ്ടായിരിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർവശക്തൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.